നമസ്തേ. സപ്തവർണ്ണ എന്ന ഖണ്ഡകാവ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലെ ഇതിവൃത്തം. വാഗമരക്കൊമ്പിൽ തീർത്ത പുൽക്കുടിലാണ് സപ്തവർണ്ണിയുടെയും ചിത്രകാരന്റെയും താമസം. കൊടും വേനലിൽ വാഗമരം പൂവിട്ട് നിൽക്കുകയാണ്. അതിന്റെ ഇതളുകൾ കൊണ്ട് സപ്തവർണ്ണ മാല കോർക്കുന്നു. ആ വാഗമരത്തിന്റെ തായ്തടിയിൽ ചിത്രകാരൻ അരയന്നത്തിന്റെ ചിത്രം വരയ്ക്കുകയും തൽക്ഷണം അതിന് ജീവൻ വയ്ക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് അല്പം ദൂരെ നിന്നിരുന്ന രാജാവ് ചിത്രകാരന്റെ സമീപമെത്തി കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഉച്ച സ്ഥായിയിലുള്ള രാജാവിന്റെ സംഭാഷണം കേട്ടുകൊണ്ട് താഴേക്കിറങ്ങി വന്ന സപ്തവർണ്ണ രാജാവിന്റെ ബലിഷ്ഠമായ ശരീരകാന്തിയിൽ ആകൃഷ്ടയാകുന്നു. രാജാവിന്റെ ആഗമനത്തിൽ അസ്വസ്ഥനായ ചിത്രകാരനോട് നാളെ പുലർകാലത്തിൽ കൊട്ടാരത്തിൽ ചെല്ലണമെന്ന് നിർബന്ധിക്കുകയും ചിത്രകാരൻ സമ്മതം മൂളുകയും ചെയ്യുന്നു. ഇനി മൂന്നാം ഭാഗം. കസ്തൂരി മല്ലിക പൂമാലിക തുമ്പിക്കരത്താലെടുത്തുകൊണ്ട് വെങ്കല വ്യാളികൾ രണ്ടു വശം നിൽക്കുന്ന വാതായനത്തിലൂടെ കസ്തൂരി മല്ലിക പൂമാലിക തുമ്പിക്കരത്താലെടുത്തുകൊണ്ട് വെങ്കല വ്യാളികൾ രണ്ടു വശം നിൽക്കുന്ന വാതായനത്തിലൂടെ സർവാത്മനാ ചിത്രകാരനതാ സഞ്ചരിപ്പൂ രാജവീതിയിലായി പാദതന്നിൽ ഇരുഭാഗത്തുമായി പേശലാംഗികളെപ്പോലെ നിന്നു ഉദ്യാനപൂരുക കൈവല്ലികൾ ചമ്പനീർ പൂക്കൾ ചൊരിഞ്ഞിടുന്നു. രാജാങ്കണത്തിൽ ഒരു സ്ഥലത്തായി വാജീവലിക്കും രഥം കിടപ്പൂ ഉത്തുംഗ മന്ദിരത്തിന്റെ ചുറ്റും ചന്ദ്രഹാസത്തോടെ വീര നിൽപ്പൂ. പ്രാസവുമായി ഒരു കിങ്കരൻ ഹാസം പൊഴിച്ചവനെ ക്ഷണിച്ചു. വന്നു പരിചാരികൾ പനിനീർ മന്ദം തളിച്ചു വിനയപൂർവം കൊണ്ടിരുത്തി പട്ടിരിപ്പിടത്തിൽ സംഗീതവാദ്യം മുഴങ്ങിടുന്നു. ദുർഗം തന്നിൽ വേഷഭൂഷിതനായി സിംഹാസനത്തിൽ നൃപനിരിപ്പൂ. വെഞ്ചാമരം വീശി തൊട്ടടുത്തായി സുന്ദരികൾ യാഗരൂകം നിൽപ്പൂ. മാധുര്യമൂറുന്ന നൽകനികൾ താലത്തിൽ നാനാതരമിരിപ്പൂ. മത്തു പിടിച്ചു മയങ്ങിടുവാൻ തംപ്ലേറിലായി മതിരയിരിപ്പൂ. അപ്സരസ്സു പോലൊരു തരുണി അന്തഃപുരത്തിൻ സദസ്സിലെത്തി. അർദ്ധനഗ്നാകിയവൾ താരുടൽ അമ്പേയിളക്കി നടനമാടി. പ്രേമ കടാക്ഷമവള നോക്കി കൂൾമയിർ കൊണ്ടു അവനിപതി. വെള്ളിപ്പണക്കിഴി ഒന്നെടുത്തു നർത്തകിക്കായുപദം കൊടുക്കെ. മോഹന സുസ്മിതം തൂക്കിക്കൊണ്ട് മോഹിനിയാളവൾ വാങ്ങി നീങ്ങി. വെള്ളിപ്പണക്കിഴി ഒന്നെടുത്തു നർത്തകിക്കായുപദം കൊടുക്കെ. മോഹന സുസ്മിതം തൂകിക്കൊണ്ട് മോഹിനിയാളവൾ വാങ്ങി നീങ്ങി. നിർവികാരനായിരുന്നിടുന്ന ചിത്രസ്രഷ്ടാവിൻ സവിധമെത്തി മന്നവേന്ദ്രൻ അരുൾ ചെയ്തിടുന്നു. എന്നാഹ്വാനത്തിൻ പൊരുളറിയൂ. അമാനുഷനായ ചിത്രകാര അപ്രീതി കാട്ടാതെ കേട്ടുകൊള്ളുക. 30 വത്സരങ്ങൾക്കു മുന്നേ മൽപിതാവീ നാടുവാണിരുന്നു. മറ്റൊരു ദേശം പിടിച്ചടക്കാൻ മുറ്റിയോരാഗ്രഹം വന്നതിനാൽ പാഞ്ചജന്യങ്ങൾ മുഴക്കിക്കൊണ്ട് പാഞ്ഞു പടയാളികളുമായി. അന്യദേശത്തിന്റെ യോദ്ധാക്കളെ സൈന്യങ്ങൾ നിർദാക്ഷണ്യം വധിച്ചു. ദിഷ്ടനാം രാജാവിൻ ഖഡ്ഗമേറ്റു മസ്തകമറ്റു താതൻ മരിച്ചു. കാലം കഴിയവേ ആഘാതകൻ ആമയത്താലങ്ങു നാടു നീങ്ങി. ബാല്യദശയിൽ ഞാനായതിനാൽ
പോരിൻ പക തീർക്കാനായതില്ല. നിന്നുടെ മാസ്മര വൈഭവത്താൽ എന്നിൽ ഒരു വാഞ്ച വന്നുദിച്ചു. ജന്മദാതാവിന പോർക്കളത്തിൽ വച്ചു കാലപുരി വിട്ടവനെ, ഈ ജന്മം തന്നെ കഥ കഴിക്കാൻ, ഈ പുത്രധർമ്മം നിറവേറ്റിടാൻ ചിത്രത്തെ ഞാനൊന്നു കാട്ടിത്തരാം. അത്തരം നിൻ കരത്താൽ വരയ്ക്കൂ. പ്രാണനും ചെമ്മേ കൊടുക്ക വേണം, കാണണം ആ രാജമർത്യനെ ഞാൻ. സ്വർണ നാണ്യങ്ങൾ കൂമ്പാരമായി കണ്ണു കുളിർക്ക ഞാൻ തന്നയക്കാം. കാനന മധ്യേ നിനക്കായൊരു മായിക സൗധം പണിയിച്ചിടാം. ദേവദാസികളെ 7 പേരെ നീ വാഴും മാളിക തന്നിൽ വാഴ്ത്താം. ആരണ്യകത്തിൻ മനോഹാരിത ആവോളം കാൺമാനൻ അശ്വമേകാം. രാജാവിൻ വാക്കുകൾ കേട്ട ശേഷം രാജഭക്ത്യാ ചിത്രകാരൻ ചൊന്നു, കോപമരുതേ മഹീപാലക, ഞാനൊരു യോഗിയാം ചിത്രകാരൻ. ജന്മം കൊടുത്തിട്ടൊരു മർത്യനെ കൊല്ലിച്ചിടുന്നതു പാപമല്ലോ. ധർമ്മിഷ്ഠനാം ഒരു ഭൂപതിയും വെട്ടിപ്പിടിക്കയിൽ അന്യദേശം. അങ്ങു തന്നച്ഛനെ കൊല്ലിച്ചത് പൊങ്ങും ത്വരയൊന്നു മാത്രമല്ലോ. അല്ലലാലെങ്ങും പ്രജകൾ നിത്യം അന്നത്തിനായിട്ടു കേണിടുമ്പോൾ നാടു വിറപ്പിച്ചിടും പാലകൻ. നാടിൻ മഹീതർക്കു നീചനത്രേ, നിസ്വദുഃഖമറിയാത്തരചൻ മർത്യരൂപം പൂണ്ട സത്വമത്രേ. നിസ്വദുഃഖമറിയാത്തരചൻ മർത്യരൂപം പൂണ്ട സത്വമത്രേ. ചിത്രകാരൻ സുദൃഢം മൊഴിഞ്ഞ് ഉത്തരം കേട്ടിട്ടു കോപിഷ്ഠനായി, ഏലത്തെ കണ്ട മൃഗേന്ദ്രനെപ്പോൾ ഭൂപാല ഭാവങ്ങൾ മാറിടുന്നു. തൻ മുഷ്ടികൾ തമ്മിൽ ചേർത്തുരസി കഞ്ചുവപ്പിച്ചു നൃപനുരപ്പു. മന്നവ കൃഷ്ണയെ ഭംഗിച്ച നീ, മന്നവ കൽപ്പന ലംഘിച്ച നീ, മണ്ണിൽ ഇനിമേൽ വസിച്ചിടുവാൻ മന്നവൻ ഞാൻ സമ്മതിക്കയില്ല. ഭൂപതിയെക്കാളും കീർത്തിമാനായി ഭൂമിയിൽ നീ ഇന്ദ്രനായിടേണ്ട. തന്നരയിൽ നിന്നു വാളെടുത്തു ചിത്രകൃത്തിന്റെ ശിരസ്സറുത്തു. തന്നരയിൽ നിന്നു വാളെടുത്തു ചിത്രകൃത്തിന്റെ ശിരസ്സറുത്തു. ചെന്നിണം വാഹുവീണാതലത്തിൽ ഹന്തകബന്ധം പിടഞ്ഞിടുന്നു. ചെന്നിണം വാഹുവീണാതലത്തിൽ ഹന്തകബന്ധം പിടഞ്ഞിടുന്നു.